ആദ്മി സർക്കാരിനെതിരെ ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ആം ആദ്മി സർക്കാർ അനാവശ്യമായി ഇടപെടുന്നുവെന്നാരോപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. മുഖ്യമന്ത്രി അനാവശ്യമായി വിളിച്ചു വരുത്തിയെന്നും പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഡൽഹിയിൽ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്നും അനർഹരായ നിരവധി പേരെ ഒഴിവാക്കുന്ന പ്രവൃത്തികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഉയരുന്ന പരാതി? നിലമ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപായാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ പരാതി ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആം ആദ്മി സർക്കാർ, ആം ആദ്മി നേതാക്കൾ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിരവധി പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടുകൊണ്ട് ഡൽഹിയിൽ നടത്തിവരികയാണ്. നിലമ ചൂണ്ടിക്കാട്ടിയതുപോലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, ഇരട്ട പേരുകൾ വോട്ടർ പട്ടികയിലുള്ളത് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ, അത്തരത്തിലുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വരുമ്പോഴാണ് ഇത്തരത്തിൽ അനാവശ്യമായ ഇടപെടൽ ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി വിളിച്ചു വരുത്തിയെന്ന ആരോപണം കൂടി ഈ കത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ മറ്റൊരു വസ്തുത. എന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് അജണ്ട എന്നുള്ളത് വ്യക്തമാക്കാതെ അനാവശ്യമായി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചു വരുത്തി എന്നുള്ള കാര്യം കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള കത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പം ജില്ലാ വരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പരാതി ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആം ആദ്മി നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആം ആദ്മി നേതാക്കൾ അനധികൃതമായി അനാവശ്യമായി ഇടപെടൽ നടത്തുന്നു എന്ന പരാതി ജില്ലാ വരണാധികാരികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. അതിന്മേൽ എന്ത് പ്രതികരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. കഴിഞ്ഞ തവണ 2020 ഫെബ്രുവരി 8-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഇത്തവണയും ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യവാരമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ്. ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. 2020 70 അംഗ നിയമസഭയിൽ 62 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആം ആദ്മി സർക്കാർ അധികാരത്തിലേറിയത്. 8 സീറ്റുകൾ BJPക്ക് നേടാൻ സാധിച്ചു. കോൺഗ്രസിന് മുൻപ് ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ നേടാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ പ്രചാരണ രംഗം കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ രൂക്ഷമായ വിമർശനമാണ് ആം ആദ്മി സർക്കാരിനെതിരെ BJPയും ഒരുപോലെ കോൺഗ്രസും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ കൂട്ടായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ രൂപീകരിച്ചിരുന്ന പ്രതിപക്ഷ കൂട്ടായ്മ ഇന്ത്യ മുന്നണി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സംഘത്തെ പുറത്താക്കാനുള്ള ജനങ്ങൾക്കുള്ള അവസരമാണ് എന്ന പ്രഖ്യാപനമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിയിട്ടുള്ള അത്തരത്തിലൊരു മുദ്രാവാക്യവും പാട്ടും പ്രചരണ ഗീതവും BJP പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊരു അവസരമാണ് കൊള്ളസംഘത്തെ പുറത്താക്കാനുള്ള എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ BJP ശക്തമാക്കുന്നത്. കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജനങ്ങൾക്ക് നൽകാതെ നികുതി പണം കൊള്ളയടിക്കുന്ന സർക്കാരാണ് ആം ആദ്മി എന്ന പ്രചാരണം BJP നേതാക്കൾ നടത്തുന്നു. മറുവശത്താകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ 62 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ആം ആദ്മി നേടിയത്. അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് ആം ആദ്മി നേതാക്കൾ നടത്തുന്നത്. കോൺഗ്രസും ഇത്തവണ പ്രചാരണ രംഗം ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. പണം ഒഴുക്കിക്കൊണ്ടാണ്, അഴിമതി പണം ഒഴുക്കിക്കൊണ്ടാണ് ആം ആദ്മി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നിറഞ്ഞുകൊണ്ട് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അതിനിടയിലാണ് ആം ആദ്മി സർക്കാർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്ന പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും.
ജിഷ്ണു കൃഷ്ണനാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.